ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ഞൾ എങ്ങനെ നമ്മൾ പുഴുങ്ങിയെടുത്ത് പൊടിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പുഴുങ്ങും, വെള്ളത്തിലിട്ട് ആദ്യം നന്നായി പുഴുങ്ങും, തീയിലിട്ട് അവിച്ചിട്ട് പുഴുങ്ങും. എന്നിട്ട് നമ്മൾ അത് ഉണക്കുവാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഫ്രഷ് മഞ്ഞൾ ഉണക്കിയിട്ട് നമ്മുടെ ഫ്രഷ് മഞ്ഞൾ പുഴുങ്ങിയ മഞ്ഞളാണ് കേട്ടോ ഇത്. നന്നായി പുഴുങ്ങിയിട്ടുണ്ട് ഈ മഞ്ഞൾ. ഇത് വെള്ളത്തിൽ വലിയ കലത്തിൽ പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ചില അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും ഇപ്പം ഇങ്ങനെ മഞ്ഞൾപ്പൊടി പാക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് ഒരു അപൂർവ കാഴ്ച തന്നെയായിരിക്കും എല്ലാവർക്കും. ചിലവരുടെയൊക്കെ വീട്ടിൽ ചെയ്യും, ചിലരുടെയൊക്കെ വീട്ടിൽ ചെയ്യത്തില്ല. അത് ഒരു അപൂർവ കാഴ്ചയാണ്. അപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് നന്നായി ഉണക്കിയിട്ട് ചിലവർ സ്വന്തം വീട്ടിൽ തന്നെ പൊടിക്കും, ചിലവർ ഈ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് എടുക്കും. അപ്പോൾ നല്ല ശുദ്ധമായ മഞ്ഞളാവും കേട്ടോ. ഇത് കടയിൽ കൊടുത്താൽ നല്ല അത്യാവശ്യം വില കിട്ടുന്ന സാധനമാണ്. നല്ല കളറ്, നല്ല ശുദ്ധ കളറാണ്. ഒരു കെമിക്കലും അടങ്ങത്തില്ല. നമ്മൾ പാക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് നന്നായി കെമിക്കല് കാണും കേട്ടോ. നമ്മൾ അങ്ങനെയല്ലേ വാങ്ങി കഴിക്കുന്നത്. ഓരോ പൊടികളും മുളകും അങ്ങനത്തെയൊക്കെ ഒരുപാട് പൊടികൾ നമ്മൾ കെമിക്കലായി കഴിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ഇതുപോലെ നട്ടിട്ട് ഇങ്ങനെ ചെയ്ത് നല്ല ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രോഗങ്ങളൊക്കെ മാറും കേട്ടോ. നന്നായി ഒടിയുന്ന കാരണമെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, അവിടെ നന്നായി ഒടിയുന്ന പെട്ടെന്ന് ഒടിയുന്നതെന്ന് വെച്ചാൽ പുഴുങ്ങിയതായതുകൊണ്ട് വെള്ളത്തിലിട്ട് ഒരുപാട് നേരം പുഴുങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനിട്ട് ഉണക്കി കഴിയുമ്പോൾ നല്ല റെഡിയാകും കേട്ടോ. ഒരു ദിവസമൊക്കെ വലിയ കലത്തിലിട്ട് പുഴുങ്ങും, ഒരുപാട് കാണുന്നുണ്ട്. ഇന്ന് ഒരു ദിവസം നമുക്ക് കുറച്ച് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്ന മഞ്ഞളായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞളായിരിക്കും കേട്ടോ. ഒരുപാട് നല്ലതായിരിക്കും മഞ്ഞൾ. ഈ പിശുമൊക്കെ എന്തെങ്കിലും കടിച്ചാൽ ഇത് പുരട്ടുമ്പോഴൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ സ്വന്തമായി കൃഷി ചെയ്യുന്നിട്ട് ഇതുപോലെ ഇങ്ങനത്തെ പറ്റുന്നതൊക്കെ കൃഷി ചെയ്യുന്ന സ്വന്തമായി അധ്വാനിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കുമല്ലോ കഴിക്കും. ചിലവർ കൊടുക്കുന്നവരും ഉണ്ട്, സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി കഴിക്കുന്നവരും ഉണ്ട്. നമ്മളിത് കുറച്ച് കൊടുക്കും, കുറച്ച് കയ്യൊക്കെ മഞ്ഞിക്കാനുള്ള കാരണമെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, മഞ്ഞളിൻ്റെ നിറമാണല്ലോ. മഞ്ഞളിൻ്റെ ആ നിറം നല്ല കളറായിരിക്കും. കയ്യൊക്കെ ഇങ്ങനെ മഞ്ഞിച്ച് വരും, മഞ്ഞ കളറായി വരും. അത് നല്ലതാണ്. അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നതൊക്കെ നിങ്ങൾ മുളകായാലും ചിലതൊക്കെ കേട് കാണും, ചിലതൊക്കെ നല്ലതുമായിരിക്കും കേട്ടോ. ചിലതൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ കേട് വരും. പുഴുങ്ങിയത് കേട് കാണും. അപ്പോൾ ചിലതൊക്കെ ഇതുപോലെ നല്ലതായിരിക്കും കാണുന്നത്. ഇത് അരിഞ്ഞിട്ടൊക്കെ ചിലവർ ഉണക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നതൊക്കെ മുളകും അതുപോലെ ഇങ്ങനെ മഞ്ഞളും